ഈ വർഷത്തെ അമർനാഥ് യാത്രയ്ക്ക് ഔദ്യോഗിക തുടക്കം. ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ജമ്മുവിൽ നിന്നുള്ള 5880-ലധികം തീർത്ഥാടകരുടെ ആദ്യ ബാച്ച് യാത്രയാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ശക്തമായ മൾട്ടി ടയർ സുരക്ഷാ ക്രമീകരണത്തിലാണ് യാത്ര. 38 ദിവസം നീണ്ടുനിൽക്കുന്ന തീർത്ഥാടനം നാളെ ആരംഭിക്കും. തീർത്ഥാടകരെ 3800 മീറ്റർ ഉയരമുള്ള അമർനാഥ് ഗുഹാക്ഷേത്രത്തിലേക്ക് 2 വഴികളിലൂടെയാണ് കടത്തിവിടുന്നത്. അനന്ത്നാഗ് ജില്ലയിലെ നുൻവാൻ പഹൽഗാം റൂട്ടും ഗാൻഡർബാൽ ജില്ലയിലെ ബാൽട്ടാൾ റൂട്ടുമാണ് വഴികൾ. നൂൻവാൻ പഹൽഗാം റൂട്ട് 48 കിലോമീറ്റർ ദൈർഘ്യമേറിയ പാതയാണ്. താരതമ്യേന എളുപ്പമുള്ള റൂട്ടും ഇതുതന്നെ. ബാൽട്ടാൻ റൂട്ടിന് 14 കിലോമീറ്റർ നീളം മാത്രമേ ഉള്ളൂവെങ്കിലും കഠിനമേറിയ പാതയാണിത്. 2025-ലെ അമർനാഥ് യാത്രയ്ക്കായി ഇതുവരെ 3.31 ലക്ഷത്തിലധികം ഭക്തരാണ് രജിസ്റ്റർ ചെയ്തത്. സുരക്ഷാ ക്രമീകരണങ്ങളുടെയും തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെയും ഭാഗമായി പ്രതിദിനം 15,000 തീർത്ഥാടകരെ മാത്രമേ കയറ്റിവിടുകയുള്ളൂ. ആരോഗ്യ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച ശേഷം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ യാത്രയ്ക്ക് അനുവാദം ലഭിക്കും. ഒരാൾക്ക് 220 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. ജമ്മുകശ്മീർ സർക്കാർ ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 10 വരെ യാത്രയുടെ എല്ലാ റൂട്ടുകളും നോ ഫ്ലൈയിംഗ് സോണായി പ്രഖ്യാപിച്ചു. അതിനാൽ ഈ വർഷം യാത്രക്കാർക്ക് ഹെലികോപ്റ്റർ സേവനങ്ങൾ ലഭ്യമാകില്ല. കഴിഞ്ഞ വർഷം ആദ്യ 20 ദിവസങ്ങളിൽ മാത്രം 200 ടൺ മാലിന്യമാണ് ശേഖരിച്ചത്. അതിനാൽ ഇത്തവണ അമർനാഥിലേക്ക് പോകുന്നവർ പരിസ്ഥിതി മലിനമാക്കരുതെന്ന നിർദ്ദേശമുണ്ട്. മദ്യം, കഫീൻ അടങ്ങിയ പാനീയങ്ങൾ, പുകവലി എന്നിവ ഒഴിവാക്കണമെന്നും ഭക്ഷണം കഴിക്കാതെ ആരും യാത്ര ആരംഭിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. ലങ്കാറുകളിൽ സൗജന്യ ഭക്ഷണം ലഭ്യമാണ്. സ്ത്രീകൾ ട്രക്കിങ്ങിന് പോകുമ്പോൾ സാരി ധരിക്കുന്നത് ഒഴിവാക്കണം. പകരം സൽവാർ, പാന്റ്, ഷർട്ട്, ട്രാക്ക് സ്യൂട്ടുകൾ മുതലായവ ധരിക്കണം. കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും ഉള്ളതിനാൽ ട്രക്കിംഗ് ഷൂസ് ധരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ലൊക്കേഷൻ നിരീക്ഷിക്കുന്നതിനായി ഒരു RFID അധിഷ്ഠിത ട്രക്കിംഗ് സംവിധാനം വിന്യസിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.